സദ്യക്കൊക്കെ കൊടുക്കുന്ന പച്ച ഏത്തക്ക കൊണ്ട് ഒരു നല്ല കാളൻ കറി ഉണ്ടാക്കാവേ. ഒരു 2 ഏത്തക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെള്ളത്തിലിട്ട് അതിൻ്റെ കറയൊക്കെ കളഞ്ഞെടുക്കാം. പിന്നെ വേണ്ടത് ഒരു 1/2 ലിറ്റർ തൈരാണ്. നല്ല പുളിയുള്ള തൈരാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമുക്കുണ്ടല്ലോ ഈ കായ കഷ്ണങ്ങളെ ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്കത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. കായ വേവിക്കുന്ന നേരം കൊണ്ടുണ്ടല്ലോ നമുക്കതിനുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാവേ. 1 കപ്പ് തേങ്ങ എടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 2 പച്ചമുളകും കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അത് നല്ല മയത്തിൽ അരച്ചെടുക്കാവേ. കായ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുത്ത് ആ അരപ്പൊന്ന് വേകുന്ന വരെ ആ അരപ്പൊന്ന് തിളപ്പിച്ചെടുക്കാം. അരപ്പൊക്കെ നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ആ സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനിയുണ്ടല്ലോ കറിയിലേക്ക് താളിക്കാനായിട്ട് നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് മുഴുവൻ പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉലുവായും കൂടെ ചേർത്ത് കൊടുക്കാം. ഉലുവ നന്നായിട്ട് മൂത്ത് വന്നു കഴിയുമ്പോൾ ഒരു 2-3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. എന്നിട്ട് ഇത് നമുക്ക് കറി ചേർത്ത് കുറച്ച് സമയം അടച്ച് വെക്കാം. അപ്പം തന്നെ ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ച് സമയം കഴിഞ്ഞ് പിറ്റേ ദിവസമൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും രുചി കൂടുതൽ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ, ഈ കറി ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.